കുറേ സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ആഴ്ചയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലോ ഷുഗർ ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് ബ്ലഡൊക്കെ കൊടുത്തു. ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ വയറ് സൈഡിൽ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് ആ ഒരു മൂലയ്ക്കായിട്ട്. അതാണ് ഞാൻ തടവിക്കൊണ്ട് ഇറങ്ങി വന്നത്. അങ്ങനെ ബ്ലഡും കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ കാറിലിരുന്ന് തന്നെ ഞാൻ കഴിച്ചു. വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ റവ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 2 മണിക്കൂർ പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടാമതും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ നമ്മൾ പിന്നെ നമ്മുടെ മാലയ്ക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഏതെങ്കിലും കടയിൽ കയറി നമുക്ക് മാലയും പൂവിനും കൂടെ നോക്കി കൊടുത്തതിന് ശേഷം വരാമെന്നും പറഞ്ഞ് ഒരു 3-4 കട കയറി ഇറങ്ങി. നമുക്കങ്ങോട്ട് ഒന്നും സെറ്റ് ആവുന്നില്ല. നമുക്ക് കുറച്ച് നേരം ഉള്ളൊരു ഫംഗ്ഷൻ ആണല്ലോ. അധികം വലിയ വില കൂടിയ മാലയൊന്നും വേണ്ട. അതുകൊണ്ട് സിമ്പിളായിട്ട് റേറ്റ് കുറഞ്ഞൊരു മാലയ്ക്കാണ് നമ്മൾ നോക്കിയത്. എല്ലായിടത്തും പോകുമ്പോൾ നല്ല റേറ്റ് പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവസാനം കൂനമ്പായിക്കുളത്ത് അമ്പലത്തിൻ്റെ അവിടുത്തെ ഒരു കടയിൽ നമ്മൾ മാലയ്ക്ക് ഓർഡർ കൊടുത്തു. നന്നായിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മാലയായിരുന്നു. നമുക്ക് ഒരുപാട് റേറ്റിലൊന്നും അല്ല, സിമ്പിളായിട്ട് നല്ലൊരു മാല ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അമ്മയാണെങ്കിൽ ഇവിടെ മാറാലേക്ക് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കായിരുന്നു. ഞാൻ വന്നിട്ട് ഇതെല്ലാം തന്നെ ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെയൊക്കെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. അത് കഴിഞ്ഞ് അടുക്കള അമ്മയെ സഹായിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഇതാ അവിടുന്ന് വല്യമ്മച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കായംകുളത്തുനിന്ന്. അങ്ങനെ അവരോട് കുറച്ച് നേരം കാര്യം പറഞ്ഞിരുന്നിട്ട് പിന്നെ അവർ